എന്താ കേശവൻ നായരെ, സുഖാണോ? ആ, ഇങ്ങനെയൊക്കെ കൊണ്ട് കഴിഞ്ഞു പോകും. ഉഷ എവിടെ? അകത്തുണ്ട്, കിടക്കാന്നാ തോന്നണേ. ഇതെന്താണ് കുട്ടി? ചേച്ചി, നിന്നെ ഒന്ന് കാണാൻ തന്നെ വന്നതാ. ഏതോ ഫോൺ കോൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ ഭയന്നാലോ? ഫോൺ കോളോ? ഹരി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പുത്തിരിയൊന്നും അല്ല. ദാ ഇപ്പൊ ഒന്ന് കരുതയുള്ളൂ. അല്ല, ഹരിയന്റെ ഈ ത്രട്ടണിംഗ് കോളിന്റെ കാര്യം ഉഷയോട് പറയാഞ്ഞത്? വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാലും മോശമായി പോയി. 2 പോലീസുകാരെ വീടിന് മുമ്പിൽ കാവൽ നിർത്തിയിട്ട് അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? ഇവിടുള്ള പെൺകുട്ടി പുറത്ത് ചാടാതിരിക്കാൻ കാവൽ നിർത്തിയിരിക്കുകയാണെന്നല്ലേ കരുതൂ. ഉഷ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ബോറടിക്കല്ലേ? ഒന്ന് ഫ്രഷ് ആകട്ടെ, ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. ലേറ്റ് ആകരുത്. നോ. ജാക്ക്, come on. ഞങ്ങൾ ഇറങ്ങുന്നു. കേശവൻ നായരെ. എന്താ സാർ? ഒന്നുമില്ല. ഓഹോ. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാമോ? ഇതെവിടെ പോയിരുന്നു? ഗൾഫിലേക്ക് പോകുന്ന എന്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അവർ ഹോട്ടലിൽ നിന്ന് എന്നെ വിളിച്ചു. അവർക്ക് കൊണ്ടുപോകാൻ കുറെ ക്യൂരിയോസ് വാങ്ങണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാനും 1-2 പീസ് വാങ്ങി. അയ്യോ, എന്താടോ ഈ ശവം എവിടെ പോയി കിടക്കുക? ഒന്ന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി എത്ര നേരം കുത്തിരിക്കുക? തനിക്ക് സന്ധ്യ ആയാ പിന്നെ ഈ വെള്ളം അടിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. എനിക്കങ്ങനെ സന്ധ്യ ആവണമെന്നൊന്നുമില്ല. നേരം വെളുത്താ മുതൽ ഇത് തന്നെയാ വിചാരം. പക്ഷെ എന്ത് ചെയ്യാം, പണി ഇതായി പോയില്ലേ. കൊണ്ടുവന്നു പണ്ടാരകാലൻ. ഓ, എവിടെയായിരുന്നു കഴുത ഇതുവരെ? അയ്യോ, മിന്നലല്ലേ? ഉണ്ട്. ഇല്ല, വേണ്ട സാർ. ഇപ്പൊ വരും, ഇപ്പൊ വരും. ഹരിസാറ് എന്താടെ ഇത്ര ലേറ്റ്? എന്താ രണ്ടുപേരും ഇവിടെ? മാധവൻ സാറിനെ കാണാൻ വന്നതാ. ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത്, അതുകൊണ്ടാ നിൽക്കുന്നത്. മിന്നൽ എവിടെ പോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേടോ? ആവോ. അതെ 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 അതെ. കൊണ്ടു ചതിച്ചു. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. തുടങ്ങിക്കോ. സാറെവിടെ പോയി? എന്താ ചെയ്യും? പുതിയ പാർട്ടിയാണല്ല. ഒരു തേൻ മേടിക്കാൻ പറഞ്ഞിട്ട് റമ്മ് വാങ്ങിച്ചോണ്ട് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത അതുകൊണ്ട് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സാറെ പോന്നു എങ്കിൽ പിന്നെ 2 ഗ്ലാസ് എടുക്ക. സാറ് മതി. താൻ ഇതുവരെ പോയില്ലേ? പോയാ പിന്നെ ഇവിടെ നിൽക്കുവോ? കള്ളു കുടിക്കാൻ കിട്ടാത്തതിലുള്ള ദുഃഖം ഒരു നോൺ വെജിറ്റേറിയനായ സ്വാമി സാറിന് മനസ്സിലാവില്ല. സ്വാമി സാറ് പോ. താൻ ഇവിടെ നിന്നോട്ടോ. മിക്കവാറും തനിക്ക് നാളെ എന്തെങ്കിലും നോക്കും, ഉറപ്പാ. അല്ലാതെ ഇപ്പൊ എന്തോ ഒക്കുവെന്നോ? എന്തൊക്കുന്നു സാറേ? സാറേ സോഡയില്ല, വെള്ളം മതി. ഐസ് വാങ്ങിപ്പിക്കാം. വേണ്ട. Cheers. സാറിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മിന്നൽ എന്താ നിൽക്കുന്ന? ഞാനല്പം ഫാസ്റ്റാ.
സാറേ, എന്താ ഇവിടെ ഈ നടക്കുന്നത്? എത്ര കൊലയാ? പത്രങ്ങൾ എന്തൊക്കെയാ എഴുതുന്നത്? ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന്റെ പേര് ഇത്തിരി ഡള്ളാ. നമുക്കത് മാറ്റാം. ഒഴികെ ഐ എം സോറി. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. സാർ ക്ഷമിക്കണം. നമുക്ക് ആ ബന്ധം വേണ്ട. ഏത് ബന്ധം? ഞാനിപ്പോ കണ്ടു സാറിന്റെ മിസ്സിസും കമ്മീഷണറുടെ ഭാര്യയും കൂടി ഒരുമിച്ചൊരു കാറിൽ പോകുന്നത്. അത് വേണ്ട. അവര് ആ സ്ത്രീ ശുദ്ധ പിഴയാ സാറേ. സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അവരെ കുറെ കാലമായിട്ട് അറിയാം.